കണ്ണുകൾ മൂടാ. കരുണാമയന് നിത്യന് നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദപീഠത്തിൽ വരുന്നു. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ദൂതസഞ്ചയമായി ഞങ്ങളുടെ നടുവിലുണ്ട്. സാറാപ്പുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി പട്ടണത്തിൽ മുഴങ്ങുന്നു. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങയുടെ ശബ്ദം അധികാലുകളെ പൊട്ടിക്കുന്നു. അപ്പാ, അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടുക്കുന്നു. അപ്പച്ച, അങ്ങയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഇന്ന് രാത്രി ആ ദിവ്യ ശബ്ദം ഇവിടെ പുറപ്പെടുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില ഭവനങ്ങളിലിരിക്കുന്ന മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുന്നവർ ഇന്ന് രാത്രി നാഥന് വേണ്ടി കരമുയർത്തുക. അങ്ങയുടെ മഹത്വത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ഇന്ന് രാത്രി ഇവിടെ പെയ്തിറങ്ങട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, ആരെങ്കിലും വേദനയോടെ വന്നെങ്കിൽ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിൻ്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയാകട്ടെ. ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് കാത്തുകൊണ്ടതിനാൽ നന്ദിയപ്പ. 6 മുതൽ 10 വരെ ഞങ്ങൾ അപ്പച്ചനോട് കരഞ്ഞിരിക്കുക. 10 മണി വരെ ഞങ്ങളുടെ മക്കൾ വീട്ടിലെത്തുന്നത് വരെ ഒരു മഴയും കാറ്റും വരാതെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്വർഗത്തിൻ്റെ കോട ഇന്ന് രാത്രിയും അങ്ങ് നിവർത്തിയതിനായി നന്ദി. ആദിയോടെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ, ഞങ്ങളുടെ സംഘടനയുടെ പേരോ, ചർച്ചിൻ്റെ പേരോ ഈ കൺവെൻഷനിൽ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം 3-ാം രാത്രിയും ഉയരണം. ആദിയോടെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. തിരുവചനത്തിലെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇന്നലെ ഞാൻ പറഞ്ഞു AD 30 കാൽവറിയിലെ ക്രൂശീകരണം വളരെ സമാധാനത്തോടെ. അതിനുശേഷം ഭക്തന്മാരെ മുഴുവൻ റോമൻ്റെ ഭരണാധികാരികൾ. അതിലൊന്നാം സ്തേഫാനോസ്. AD 37 കാലഘട്ടത്തിൽ ഭക്തനായ സ്തേഫാനോസിനെ നമ്മുടെ ശൗൽ കല്ലെറിഞ്ഞ് അങ്ങ് തീർത്ത് കളഞ്ഞു. പാവപ്പെട്ട സ്തേഫാനോസ് താഴേക്ക് പതിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കുന്നു. സ്വർഗം തുറന്ന കാഴ്ച. ഓടിയതും അധ്വാനിച്ചതും വെറുതെ അല്ല. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും ഉയരത്തിൽ നിനക്ക് ഭവനമുണ്ട്. ഭക്തന്മാരുടെ മരണം നമ്പർ 1. അതിനുശേഷം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അനന്യാസിനെ കൈകാര്യം ചെയ്യാൻ പോകുന്ന പൗലോസിനെ ദൈവം പിടിക്കുന്നു. പിന്നത്തതിൽ അവൻ വചനത്തിൻ്റെ കൽപ്പനയേൽക്കുന്നു. അവൻ്റെ മരണം എങ്ങനെ? അവനെ കൊണ്ടുപോയത് ഓസ്ട്രേലിയ ഒരു കാരാഗ്രഹത്തിനകത്ത് അവനെ ഇട്ടിരിക്കുന്ന ചരിത്രം. അന്നത്തെ പ്രത്യേകതയുണ്ട്. റോമിൻ്റെ പടയാളികൾ ഇവൻ ഒരു ബെന്യാമിൻ ഗോത്രക്കാരനായതുകൊണ്ട് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ശനിയാഴ്ച വന്നിട്ട് പറഞ്ഞു, നാളെ പ്രഭാതത്തിൽ താങ്കളെ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുപോയി കഴുത്തിനകത്ത് മില്ലിനകത്ത് അറക്കുന്ന വാൾ കൊണ്ട് അറക്കുമെന്ന ചരിത്രം പറയുന്നത്. അപ്പം അന്ന് ആ ജയിലിനകത്ത് ഇന്നത്തെ കണക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ചിക്കനോ ഒന്നുമില്ല. അന്ന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ബാക്കി ചിരട്ടയിലിരുന്നു. അതിനുശേഷം അവനോട് കരിക്കട്ട എടുത്ത് ആ ജയിലിനകത്ത് എഴുതിയത് തൻ്റെ പ്രിയ മക്കളുണ്ടായിരുന്നു. ഒന്ന് തിമത്തിയോസും മറ്റവന് ഒനോമിയോസും. ഒരുത്തൻ പാറശാലയും മറ്റവൻ കളിക്കാവുള്ളയോ പൂവാറിലോ കോൺട്രാക്ട് കൊടുക്കാൻ പോയിരിക്കുക. ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്ന് കാരാഗ്രഹത്തിൽ നോക്കുമ്പോൾ തങ്ങളുടെ പ്രിയ അപ്പോസ്തലനെ കാണത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കരയുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജയിലിൻ്റെ ഭിത്തിക്കകത്ത് പൗലോസ്ലീഹ ഇങ്ങനെ എഴുതി വെച്ചു, മക്കളെ, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഭാരപ്പെടേണ്ട, നമുക്ക് പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. പിറ്റേന്ന് പൗലോസിനെ എങ്ങനെ തട്ടിയെന്ന് ആർക്കും അറിയത്തില്ല. ഓസ്ട്രേലിയ ചന്തയിൽ വെച്ച് പടപട ഈർക്കവാൾ കൊണ്ട് കണ്ണമായി അവൻ്റെ കഴുത്തിറക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെങ്കിൽ. അവൻ്റെ കഴുത്തിനകത്ത് കണ്ണമായി നമ്മുടെ വിഴിഞ്ഞത്ത് ഒരു തടി മില്ലിനകത്ത് തലയിറക്കുന്നത് പോലെ അവൻ്റെ തലയിറത്ത് തെറിച്ചു വീണത് ജോസഫസ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോഴും അവൻ്റെ നാവ് ചലിച്ചെന്ന ഭക്തന്മാരുടെ മരണത്തിൻ്റെ പ്രത്യേകത. അതിനുശേഷം യാക്കോബ് അപ്പോസ്തലനെ കഴുത്ത് വെട്ടിമാറ്റി പത്രോസ്ലീഹായെ നേരെ ക്രൂശിക്കാൻ പിടിച്ചു. പത്രോസ് പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, തല കീഴായി ക്രൂശിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ മണ്ണിൽ വന്ന തോമാസ് അപ്പോസ്തലൻ AD 72 മൈലാപ്പൂരിൽ വധിക്കപ്പെടുന്ന കാഴ്ച. ആ കാലഘട്ടത്തിൽ 64 കാൽവറി ദർശനം കണ്ട് വയോധികനായ യോഹന്നാൻ യാത്രയാകുന്നു. അദ്ദേഹം പോയത് തുർക്കിയിലെ ഏഷ്യ മൈനർ. ആസിയയിലെ 7 സഭകൾ അവിടെ ഉണ്ടാക്കി. ഭരണകൂടങ്ങൾ മാറി. ഇന്നലെ രാത്രി ഞാൻ തൊട്ടുവെച്ചു, റോമിൻ്റെ കൈസറായി പീലാത്തോസ്, ഏദോമിൻ്റെ ഗവർണർ ഹെരോദാവ്, പുറേ വെസ്പേഷ്യൻ, റോമാ നഗരം ചുട്ടരിച്ച നീറോ, യെരുശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്,
ക്ലീമിയസ്, ലൗദിയോസ്, ക്ലൗഡിയോസ്. AD 90 കാലഘട്ടത്തിൽ ഡൊമേഷ്യൻ വരുമ്പോൾ യോഹന്നാൻ ഒന്നാമത്തെ ശിക്ഷാവിധി കൊടുത്തു. ഇന്നലെ ഞാൻ വരച്ചു കാട്ടി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറി അവനെ അവിടെ നിന്ന് അവൻ രക്ഷപ്പെടുന്നു. അവൻ എവിടെ കൊണ്ടുപോയി? അഫസോസഭയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. പടയാളികൾ ചെന്ന് ഡൊമേഷ്യനോട് പറഞ്ഞു, 2ാം ഭാഗം ഇന്ന് രാത്രി. സാറ്, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. അന്നേ സമയത്ത് ഡൊമേഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട, പൊക്കോളാൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞു, എഴുതിയിരിക്കുന്നു അടുത്ത ശിക്ഷാവിധി കൊടുക്കുന്നു. 4ാം ദിവസം പടയാളികളോട് പറഞ്ഞു, ക്രൂരമായ ഒരു ശിക്ഷാവിധിയാണ് യോഹന്നാന് കൊടുക്കുന്ന. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി അവനെ എണ്ണക്കിണറിനകത്ത് അല്ലെങ്കിൽ കൊട്ടുകത്തിൽ മുക്കിക്കൊല്ലുവാനുള്ള കൽപ്പനയാണ്. പ്രഭാതത്തിൽ കുതിരകൾ വന്ന് പടയാളികളും വന്നു. വയോധികനായ യോഹന്നാൻ രാവിലെ സഭയുടെ മുറ്റത്ത് നല്ല വാക്യങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വയോധികനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ച താങ്കളുടെ അവസാന ദിവസമായി ഇന്ന് ആരെങ്കിലും കാണുവാൻ താല്പര്യമുണ്ടോ? നല്ല വസ്ത്രം അല്ലെങ്കിൽ നല്ല ഫുഡ്. അദ്ദേഹം പറഞ്ഞു, വായിക്കുക. ആ വായിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. പടയാളികൾ ചോദിച്ചു, കൊട്ടുകത്തിനകത്തിട്ട് കൊല്ലാൻ പോകുമ്പോഴും അപ്പച്ച എന്താ പുഞ്ചിരി? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കാൽവറി ദർശനം കണ്ട എന്നെ തകർക്കുവാൻ ഒരു കൊട്ടുകത്തിന് കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വചനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി യാത്ര ചെയ്യണം. വയോധികനായ യോഹന്നാൻ, അമ്മച്ചി അപ്പച്ച 90 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ, ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന അപ്പച്ചൻ, അദ്ദേഹത്തെ എവിടെ കൊണ്ടിട്ട് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് 9 മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കുന്നത് കാണാൻ കാത്തുനിരിക്കുന്ന പടയാളികളാണ്. എന്നാൽ 9ാം മിനിറ്റിൽ അദ്ദേഹം തല ഉയർത്തി പടയാളികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ നല്ല വല്ല പുതപ്പുണ്ട്, എനിക്ക് നല്ല തണുപ്പുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, ഉപദേശി കഴിഞ്ഞ രാത്രി പറഞ്ഞു ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും വയോധികൻ മരിച്ചില്ല, 2 തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ടും അദ്ദേഹം മരിച്ചില്ല. അപ്പച്ച അമ്മച്ചി സഹോദരി മോനെ എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയില്ല. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, രോഗക്കെട്ടുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കും. ഇന്ന് രാത്രി ഡോക്ടർമാരുടെ റിപ്പോർട്ട് നിനക്കെതിരെ നിൽക്കും. നിന്റെ കൂട്ടുകാർ പറയും അടുത്ത വർഷം നീ കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കൃപയാൽ പറയണം, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ മറുപടി എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് നീ മനസമാധാനത്തോടെ എഴുന്നേറ്റണം. കരമുയർത്തുന്നവർക്കായി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറും. കരമുയർത്തുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നെല്ലുമൂട്ടിൽ കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. മാതാവേ പിതാവേ, എന്നാൽ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ എന്നെ വിട്ടുപോകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അതിനുശേഷം ഡൊമേഷ്യൻ്റെ അടുത്ത് പടയാളികൾ വന്ന് പറഞ്ഞു. ഡൊമേഷ്യൻ പറഞ്ഞു, എന്നാൽ പിന്നെ അവസാനം അമേരിക്കയിലെ ഗൊണ്ടനോമ ജയിലിനകത്ത്, ക്യൂബയ്ക്കകത്ത് പടയാളികളെ അമേരിക്കയിൽ നിന്ന് ക്യൂബയുടെ ജയിലിൽ കൊണ്ടുപോകുന്നില്ല. അന്ന് കൊണ്ടുപോകുന്നതാ പത്മോസ് ദ്വീപ്. പത്മോസ് എവിടെയാ? നല്ല ശാന്തമായ നദി, ഗ്രീസിൽ ഏതൻസ് ഒളിമ്പിക്സ് നടന്ന പട്ടണമാണ്. 60 മൈൽ നീളത്തിൽ ഒഴുകുന്ന പത്മോസ് നദിയുടെ പിന്നെ തേംസ് നദി, അതിൻ്റെ ഒത്ത നടുക്ക് പൂവാറിൽ ദ്വീപ് കിട്ടുന്ന പോലെ, ഐലൻഡ് കിട്ടുന്ന പോലെ ഒരു ദ്വീപ പത്മോസ്. 6 മാസത്തിൽ കപ്പലെടുക്കുന്ന സ്ഥാനം. ദൈവമക്കൾ അവിടത്തേക്ക് കൊണ്ടുപോയി വയോധികനായ യോഹന്നാന് വേണ്ടി കൊടുക്കുന്ന അവസാന ഭാഗമാണ് അവിടെ കൊണ്ടുപോകുന്നു. പടയാളികൾ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ടും യോഹന്നാനെ അവിടെ ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നെന്ന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 ഭാഗങ്ങൾ അതിനകത്തുണ്ട്. ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊല്ലുവാൻ ഹല്ലേലൂയ കഴുകൻ പറക്കുന്നു. മുൻപേ വന്നവരുടെ അസ്ഥികഷങ്ങൾ വാർന്നു തരുന്ന പരുന്ത്, തനിക്ക് മുമ്പ് തലയോട്ടിയുടെ നിർഗന്ധം. ആ സമയത്ത് വയോധികനൊന്ന് മുട്ടുമടക്കി. കാൽവരി ദർശനം കണ്ടവൻ ഏത് വേളയിലും മുട്ടുമടക്കും. സ്വർഗം അവന് വേണ്ടി വഴി തുറക്കും. മാതാവേ പിതാവേ, ദർശനത്തിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. നീ ഏത് പത്മോസിൽ വീണാലും നിന്നെപ്പറ്റി ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ ആ ദ്വീപിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വിശുദ്ധ ബൈബിൾ പ്രോമിസുകളുടെ വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ്. ഇന്നലെ രാത്രി ഞാൻ ആരുടെ വാഗ്ദത്തം പറഞ്ഞ? ദാവീദിനെ, ഇടേ ചെറുക്കനെ, കാട്ടിൽ കരമടിച്ചവനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതാ സ്വർഗത്തിലെ ദൈവം. 2ാമത്തെ വാഗ്ദത്തം കടക്കാൻ വെളിപ്പാടിലേക്ക് ഒത്തുപുറങ്ങുന്നതിന് മുമ്പ് ആ വാഗ്ദത്തത്തിന് പേര് അബ്രഹാം. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഉൽപ്പത്തി 12, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 1498 കിലോമീറ്റർ ആ ചരിത്രം. ഇസ്രായേലും ഇറാഖ് അബ്രഹാമിനെ കൊണ്ടുവന്നു. ഇപ്പം എവിടെ വന്നു? നല്ല വാഗ്ദത്ത കനാനി വന്നു. വീടായി, കാറായി, കമ്പ്യൂട്ടറായി, പുരേടമായി. സ്വോത്രം. അബ്രഹാമിനൊരു അമ്മാമ വന്നു, സാറ. ലോത്തിനൊരമ്മാമ വന്ന്, വിളി കേൾക്കാതിറങ്ങിയവനാ ലോത്തിനൊരമ്മാമ വന്ന്. ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അപ്പോൾ ഈ ആടുമാടും വീടുകളുമെല്ലാം വന്നപ്പോൾ ലോത്തിൻ്റെ ഭാര്യ
ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ പേപ്പറുകളെല്ലാം അബ്രഹാമിൻ്റെ പേരിൽ. അവർ സഭായോഗത്തിനൊന്നും പോകത്തില്ല. ബാങ്കിൽ പോയി വിവരാവകാശ പ്രകാരം നോക്കി ആദ്യം കൊടി കുത്തിയത് ലോത്തിൻ്റെ ഭാര്യ. ലോത്തിനോട് പറഞ്ഞ അച്ചായ ഈ അവറാച്ചാൻ്റെ സകല കാര്യങ്ങളും ഒന്ന് സ്വോത്രം മനസ്സിലാക്കുന്നവർക്കായി. അപ്പം ലോത്ത് പെരിയെ പറഞ്ഞ അച്ചായ എനിക്ക് വല്ലതും തരണം. അബ്രഹാം പറഞ്ഞ് നീ മിണ്ടരുത്, വിളി കേട്ടത് ഞാൻ ആ കൂടെ ബൈക്കിൻ്റെ പുറകെ കയറിയതാണ്, നീ മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ലോത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾ 40 ദിവസം ഉപവാസം വെക്കുന്നതുപോലെ കൊടി ഇവിടെ കെട്ടുമെന്ന് സ്വോത്രം. അപ്പോൾ അബ്രഹാം പ്രദേശത്ത് നല്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചീഫ് പാസ്റ്റർ അബ്രഹാം ലോത്തിനോട് വിട്ടുവീഴ്ച കാണിക്കാനൊരു കാര്യമുണ്ട്. അവിടെ കനാന്യരെ പുരുഷരൊക്കെ ഉണ്ട്. ലോത്തിനോട് ചോദിച്ചു നിനക്ക് എന്തോ വേണം? ലോത്ത് പറഞ്ഞു കാട്ടാക്കടയും വേണം, നെയ്യാറ്റിക്കരയും വേണം, തിരുവനന്തപുരം സിറ്റിയും വേണം. മനസ്സിലാക്കുന്നവർക്കായി സോദോം ഗോമറ. പാവപ്പെട്ട അവരാജന് കിട്ടിയത് അമ്പൂരി തേക്കുപാറ. മനസ്സിലാക്കുന്നവർക്കായി അതിൻ്റെ പേര് മമ്രയുടെ തോപ്പ്. അബ്രഹാം എന്തായാലും കലകം കൂടാതെ അവിടെ പോയി. നല്ല വീടും കാര്യമൊന്നുമില്ല. മമ്രയുടെ തോപ്പിൽ 2 കാര്യം ഉണ്ടായിരുന്നു. 1 കരുവേലകം, 2 യാഗപീഠം. സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ പെന്തിക്കോസുകാർക്ക് യാതൊരു സന്തോഷവും ഇല്ല. എന്താ കരുവേലകം? ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, അയ്യാനെങ്കിൽ വക്കാറെങ്കിൽ ഊളിയക്കാർക്ക് ഒരു ഗ്ലാസ് തണ്ണിയെ കൊടുത്ത് സാപ്പിടുമെങ്കിൽ. മനസ്സിലാകുന്നവർക്കായി ഇന്ന് എங்கே ചെന്നാലും നല്ല ഡോഗ് ഇരിക്കുന്നത് പട്ടിയെ തുറന്നു വിടാതിരിക്കുന്ന ഭാഗ്യം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കരിവേലകം. 2ാമത്തത് യാഗപീഠം. യാഗപീഠത്തിൻ്റെ പ്രത്യേകത ഇസ്രായേലിൻ്റെ പഴയ നിയമം എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും വൈകിട്ട് അവർ തിരി ഉയർത്തി ദൈവത്തോട് നിലവിളിക്കും. അതാ യാഗപീഠം. സ്വോത്രം. കുഞ്ഞ് നിൻ്റെ വീട് 2 നിലയെങ്കിലും 4 നിലയെങ്കിലും 5 നിലയെങ്കിലും 1 ഒരു കരുവേലകമില്ലേ, ദൈവസാന്നിധ്യമില്ല. 2 യാഗപീഠം. സ്വോത്രം. ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് പെന്തിക്കോസുകാർ കേൾക്കുക, ലൈവ് പോയാലും കുഴപ്പമില്ല, ഇനി ബന്ധില്ലെങ്കിലും കുഴപ്പമില്ല. ഊപ്പർ വാലാക്കോ മദത് കിയ ഹം ലോഗ് കോ ഏക് അച്ഛാ ഘർ മില. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നല്ലൊരു വീട് കിട്ടി. ഉസ്മേ 4 കമരാകെ. മനസ്സിലാക്കുന്നവർക്കായി 4 മുറിയുണ്ട്. ഏക് കമര പപ്പ, ഏക് കമര മമ്മി, ഏക് കമര ഏക് ബച്ച, ദൂസറ കമര മേ ദൂസറ ബച്ച. മനസ്സിലാകുന്നവർക്കായി ഒരു മുറിയിൽ അപ്പൻ, ഒരു മുറി അമ്മ, 2 മുറിയിൽ ഓരോരോ കുഞ്ഞുങ്ങൾ. ഇന്നത്തെ കാലം ഇതാ. എവിടെ കുടുംബ പ്രാർത്ഥന? ഒരു മണ്ണാങ്കട്ടയില്ല. സ്വോത്രം. രാത്രി ചപ്പാത്തി ശരിയാകുമ്പോൾ മമ്മി അടുക്കളയിൽ നിന്ന് വോയിസ് ക്ലിപ്പ്, ചപ്പാത്തിയും വെജിറ്റബിൾ കറി ശരിയായിട്ടുണ്ട്, വാട്സപ്പിൽ താഴെ ഇറങ്ങി വന്നാൽ കഴിക്കാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എവിടെ മരായി ദൈവത്തെ സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ സ്വോത്രം. ഇന്ന് രാത്രി 2 3 പേർ നിങ്ങൾ ഇന്ന് രാത്രി വിട്ടിരിക്കുന്നെങ്കിലും തമാശയല്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അച്ചായ അമ്മമ്മ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയാലും മക്കളില്ലെങ്കിലും നിങ്ങളൊരു പായിട്ട് 2 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിനകത്ത്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. സന്തോഷമില്ലല്ലോ. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ കുഞ്ഞുങ്ങൾ വചനം കേട്ടാട്ടെ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു. അബ്രഹാം അവർക്ക് അസാര 1 വെള്ളം കൊടുത്തു. ഭാര്യ സാറയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ ഇവിടെ എന്തുണ്ട്? സാറ പറഞ്ഞൊരു കാര്യമുണ്ട്, 3 അടങ്ങടി മാവുണ്ട്. ഇന്നത്തെ ചേച്ചിമാരാന്നേ പറഞ്ഞേനെ അച്ചായ നെയ്യാറ്റിൻകര വിസ്മയപ്പായ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. സാറാമ്മച്ചി 3 അടങ്ങടി മാവെടുത്ത് കുഴച്ചു. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് ആര്? വിസ്മയല്ല. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തെ ബെസ്റ്റ് ബേക്കറി അല്ല. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് സാറാമാമ. കരമുയർത്തുന്നവർക്കായി ഗൾഫ് രാജ്യത്തിൽ പോയി കുബൂസ് എന്ന ചെറുപ്പക്കാർ കരമുയർത്തണം. സ്വോത്രം. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് സാറാമാമ. സ്വോത്രം. അവരാച്ചാൻ നേരെ എന്ത് ചെയ്തു? ഒരു മൃഗസമ്പത്തിനെ പിടിച്ചു കട്ട് ചെയ്തു. നല്ല മട്ടൻ കറി ഉണ്ടാക്കി ദൈവദാസന്മാർക്ക് കൊടുത്തു. 1 വെള്ളം, 2 നല്ല കുബൂസ്, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് മട്ടൻ കറി. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരില്ലയോ അച്ചായ വളരെ ഡെലീഷ്യസ് ഫുഡ്, നല്ല ഫുഡാന്ന് പറഞ്ഞു. അച്ചായനും അമ്മമ്മയോട് ചോദിച്ചു ഇപ്പോഴത്തെ എന്താ പ്രശ്നം? അവരാച്ചാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങളൊരു കാര്യം കേൾക്കണം. നിങ്ങൾ ഇറാഖിൽ നിന്ന് എന്തോ പറഞ്ഞത്? വീട്, കാറ്, കമ്പ്യൂട്ടർ, എൻ്റെ കുഞ്ഞുമങ്ങളെ മേനെ തെക്കെ ഊർപ്പസി അമേരിക്ക വിടുവന്ന സ്വോത്രം. ഇപ്പോൾ എൻ്റെ വയസ്സ് എത്ര? 99. സാറ് പറഞ്ഞു 89. തിരുവനന്തപുരം നമ്മുടെ SUTയിലെ ഹേമാമാടം പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. മനസ്സിലാക്കുന്നവർക്കായി ഉള്ളൂരെ ക്രെഡൻസിലെ ശാന്തമാമ പറഞ്ഞു ഇനി നോ മോർ പോംവഴി, ഒന്നുമില്ലെന്ന്. സ്വോത്രം. അവസാനം 4-5 KJ കൊണ്ട് ചെന്നുള്ള കാശും കൊടുത്ത് അവരും പറഞ്ഞു ഒരു രക്ഷയില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞ് കരോ വെയിറ്റ് ചെയ്യേ. സാറായോട് ഹല്ലേലൂയ അവറാച്ചാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ വൈകിട്ടായി നമ്മുടെ കരമനയിൽ പുതിയ ബിഗ് ബസാർ വന്നിട്ടുണ്ട്. നാളെ രാവിലെ പോകണം. അവിടെ ചെന്നിട്ട് ഒരു തൊട്ടി മേടിക്കണം, 3 കിലുക്കം മേടിക്കണം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. സാറ കൂടാരത്തിൻ്റെ വാതിക്കൽ മറിഞ്ഞെന്ന് ചിരിച്ചു. അബ്രഹാം പറഞ്ഞു എൻ്റെ പ്രായം എത്രയായി? ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി പ്രായം എത്ര മുന്നോട്ട് പോയാലും സമയം എത്ര മുന്നോട്ട് പോയാലും ഇന്ന് രാത്രി കരമുയർത്തി പറയണം. ക്രെഡൻസിലെ ശാന്തമാടം കൈവിട്ടാലും KJK 4-5 കൈവിട്ടാലും ഇന്ന് രാത്രി കൈവിടാത്ത ഒരുവൻ ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ്റെ പേര കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഡോക്ടറുടെ റിപ്പോർട്ടുകൾ മാറ്റി എഴുതുക. മമ്രയുടെ തോപ്പിനകത്ത് ഇറങ്ങി വന്ന ദൈവ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാകുന്നു? നിന്റെ യൂട്രസിനകത്തുള്ള ട്യൂമറുകളെ മാറ്റുക, നിന്റെ
ശരീരത്തിൻ്റെ ബ്ലഡ് കൗണ്ടുകളെ മാറ്റുക. ഇന്ന് രാത്രി 99 വയസ്സിൽ അബ്രഹാമിന് ഒരു കരം തൊട്ടെങ്കിൽ ഇന്ന് രാത്രി 89 വയസ്സിൽ സാറയുടെ ഉദരത്തെ ചലിപ്പിച്ചെങ്കിൽ ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി ഡോക്ടർ കൈവിട്, ലോകക്കാർ കൈവിട്, മെഡിക്കൽ റിപ്പോർട്ട് നിനക്കെതിരായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വചനത്തിൽ ഊന്നിക്കൊണ്ട് കരമുയർത്തി പറയണ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? Lord Jesus, precious moment, the mighty presence of Holy Spirit. പിറ്റേ വർഷം ഒരു സന്തതി ജനിച്ചു, യിസഹാക്ക്. ഇന്ന് രാത്രി കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, ദർശനത്തിനൊരു അവധിയുണ്ട്. എല്ലാ മലയാളികളും കേൾക്കത്തക്കോണം 5 മരംകാല തിരുവനന്തപുരം CSI തിരുവനന്തപുരം വെള്ളറയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2016 അടുത്ത 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഞാൻ പ്രസംഗിക്കുക. 14, 15, 16 3-ാം വർഷം ഏകദേശം 15ഓളം അച്ഛന്മാർ വെള്ളറയുടെ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. 3-ാം ദിവസം കഴിഞ്ഞു, 4-ാമത് രാത്രി നല്ല ജനം. ആ പള്ളി തന്നെ 1000 പേരുണ്ട്. പ്രാർത്ഥന നല്ല സന്തോഷമായി. അവസാനം ഇന്നലെ രാത്രി കരമടിച്ച് മുട്ടുമടക്കി ഞാൻ ആരാധിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഒരു പ്രേരണ തന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛനോട് ഞാൻ പറഞ്ഞു, ചില കുടുംബങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നത്. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ. ഏകദേശം 7 പേരെ ഞാൻ വിളിച്ച് മക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ അനുഗ്രഹിക്കപ്പെട്ട ശിശുവായിരുന്നു. അന്നൊക്കെ നല്ല ആദിമകാലത്ത് നല്ല തീ പോലെ കത്തുന്ന ശുശ്രൂഷ. ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയി. സ്വോത്രം 1.5-2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ ആറാട്ടുകൂടി തിരുവനന്തപുരം വെള്ളറ CSI കൺവെൻഷൻ പോയപ്പോൾ ഒരു പ്രായം ചെന്ന ചേട്ടനും ചേച്ചി ഒരു കൊച്ചുമായിട്ട് വന്നിരിക്കുന്നു. അവരെന്നോട് ചോദിച്ചു, പാസ്റ്ററെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെ അറിയാനാ മക്കളെ എന്ന് പോന്ന, ഞങ്ങൾ വെള്ളറയുടെ CSIയിൽ നിന്ന് വരുന്നതാ. 2 കൊല്ലം മുമ്പ് അവിടുത്തെ കൺവെൻഷനകത്ത് കർത്തൃദാസൻ എല്ലാവരും കരം നീട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ തലയിൽ കരം വെച്ചു. എത്ര കൊല്ലമായി? കല്യാണം കഴിഞ്ഞ് 13 കൊല്ലമായി. മക്കളില്ലായിരുന്നു. ഒറ്റ രാത്രി ദൈവം വിധിയെഴുത്തുകളെ മാറ്റി എഴുതി. ആരാ നമ്മുടെ ദൈവം? സ്വോത്രം ചോദിച്ചാൽ മതി. 5 മരംകാലം. അതിനുശേഷം 3-ാം വർഷം ഞാൻ ഒരു വലിയ സന്തോഷമുണ്ടായി. 3-ാം വർഷം ചെമ്പൂർ വലിയ വഴി അവിടുത്തെ CSIയിൽ, ഞാൻ എല്ലാ CSIയിലും ആ കാലത്ത് പ്രസംഗിക്കുന്നത്, വലിയ വഴി CSIയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. 4 ദിവസം കൺവെൻഷൻ. 3-ാമത് ശനിയാഴ്ച രാത്രി ഒരു പയ്യനും പെൺകുട്ടിയും അവിടെ നിന്ന് വന്ന് കേൾക്കണം എല്ലാവരും. സ്വോത്രം 5 മരംകാലയിൽ നിന്ന് വന്നു. ഒരു കൊച്ചു കുഞ്ഞുമായിട്ടാണ് വന്ന. സ്വോത്രം അദ്ദേഹം അവസാനം യോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും പിടി കിട്ടുന്നില്ല മക്കളെ. ഞങ്ങൾ 5 മരംകാല CSIയിലെ മെമ്പറാണ്. 2016 15 കാലഘട്ടത്തിൽ അന്ന് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കരം വെച്ച് ഞങ്ങളെ പ്രാർത്ഥിച്ചു. ആ പയ്യൻ പറഞ്ഞ സാക്ഷ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇവൻ വിവാഹം കഴിച്ച്, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, 4 വർഷമായി മക്കളില്ല. അവൻ തിരുവനന്തപുരത്ത് പോയി ഒരു വക്കീലിനെ കണ്ട് ഡൈവോഴ്സിന് വേണ്ടി പൈസയും കൊടുത്തിട്ട് അന്ന് 5 മരംകാല കൺവെൻഷന് വന്നിരിക്കുന്ന ഭാര്യയും കൂട്ടി. സ്വോത്രം അന്ന് രാത്രി ദൈവകരം അവന് വേണ്ടി വെളിപ്പെട്ടു. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. ആദ്യ വർഷം കഴിഞ്ഞില്ല, 2-ാം വർഷം, 3-ാം വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി ദൈവത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി ഡോക്ടർ മാറും, റിപ്പോർട്ടുകൾ മാറും, MRIയുടെ സ്കാൻ റിപ്പോർട്ടുകൾ മാറും. എന്നാൽ ഇന്ന് രാത്രി പറയണം, സ്വർഗത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മോളെ പ്രായമേറിപ്പോയി കാണും, ഡോക്ടർ കൈവിട്ട് കാണും. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി നിന്റെ കൗണ്ടുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു കാണും നോ മോർ ചാൻസ്. എന്നാൽ ഇന്ന് രാത്രി നോ മോർ ചാൻസ് അല്ല, ലോകം പറയും ഇമ്പോസിബിൾ, കരമുയർത്തുന്നവർക്ക്. എന്നാൽ ഇന്ന് രാത്രി ലോകം ഇമ്പോസിബിൾ പറയണം, ഈ കരമുയർത്തി പറയണം, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. കരമുയർത്തുന്നവർക്ക് 5 മരംകാലം മാത്രമല്ല, ഇന്ന് രാത്രി ചരിവുവിളയിലും നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുക ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. ഇതാ വാഗ്ദത്തം. തീർന്നില്ല, ഒരു നിമിഷം കൂടെ കേൾക്കുന്നവർക്കായി. എന്താ സംഭവിക്കുന്നത്? അബ്രഹാമും സാറയും ഇവർക്ക് എന്താ കൊടുത്ത്? ഒരു നേരത്തെ വെള്ളം, അത് കഴിഞ്ഞ് ഒരു നേരത്തെ ഫുഡ്, നല്ല മട്ടൻ കറി. സെൻറ്റർ മറക്കും, കേന്ദ്രം മറക്കും, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരും മറക്കും. എന്നാൽ മറക്കാത്ത ഒരുവനുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഇതാ ഇന്ന് രാത്രി വചനം കേൾക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൻ്റെ പാളയത്തിനകത്ത് നിന്നപ്പോൾ ആരാ നമ്മുടെ ദൈവം? ആകാശത്തിൻ്റെ വിധാനങ്ങളെ തുറന്ന് മന്നയെ കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്ക് മാറയെ പിളർന്ന് മധുരജലം കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. നെല്ലിമൂട്ടിലെ അമ്മണി ചേച്ചി വീട്ടിനകത്ത് ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ ഒരു കോഴിയെ പിടിക്കണേ, ബേ 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 4 പറമ്പോടണം. എന്നാൽ ഇസ്രായേൽ മക്കൾ രാവിലെ വാതിൽ തുറക്കുമ്പോൾ വാതൊക്കെ കിടക്കുക കാടപ്പക്ഷി. മനസ്സിലാകുന്നവർക്ക് ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടുബജി ദർവാദ കോളിനെ കട്ടായി മാട്ടികിലോ മുറുകി ബാഗർ കടാകെ ഇതാ കിടക്കുന്നു. ആരാ നമ്മുടെ ദൈവം? ഒരപ്പച്ചനും അമ്മച്ചി ഒരു നേരത്തെ ആഹാരം ദൈവമക്കൾക്ക് കൊടുത്തപ്പോൾ 400-ൽ പര സംവത്സരം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് 30 ലക്ഷം പേർക്ക് ഉദരച്ചങ്ങഴി പോറ്റിയവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി അതുകൊണ്ട് വിളിച്ചു പറയണം, ഗ്രൗണ്ട് നേട്ടട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിൽ നീ 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ദൈവവേലയ്ക്ക് കൊടുത്താൽ, മോളെ സഭയിൽ ഒരു പാൻ കൊടുത്താൽ നിൻ്റെ വീട്ടിൽ എയർ കണ്ടീഷൻ സ്വർഗത്തിലെ ദൈവം തരും. സ്വോത്രം മനസ്സിലാക്കി
മനസ്സിലാകുന്നവർക്കായി എഴുതി വെച്ച് കൊടുക്കാനല്ല, കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉറ്റ തണ്ണിനെ കൊടുത്ത് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രോമിസിലേക്ക്. വയോധികൻ അപ്പോസ്തലൻ യോഹന്നാൻ എവിടെ? പത്മോസിൽ. സ്വർഗം തുറക്കുന്നു. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈ സൂര്യൻ പോലെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി, ആദ്യൻ അന്ത്യൻ അൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശം. സ്വർഗം, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. കുഞ്ഞെ, നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്നലെ രാത്രി 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടില്ല, അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. അവിടെ തൊട്ട് ആരംഭിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ ബൈബിളിനെ പറ്റി നിങ്ങളോട് സമൂലമായ ഒരു കാര്യം പറഞ്ഞു. ബൈബിളിൽ 10 യുഗമുണ്ട്. 10 dispensations laminated our Bible. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനോഹരമായ ഗാനം പാട്. കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, രക്ഷയുടെ പെട്ടകത്തിൻ്റെ വാതിലുകൾ അടയാറായി, ബോട്ടിന് കൂറ്റിയിടാറായി. സ്വോത്രം. അത് കഴിഞ്ഞപ്പോൾ 4 യുഗമുണ്ട്. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗങ്ങൾ. ആ യുഗങ്ങൾ തൊട്ട് വെളിപ്പാടിലേക്ക്. 1-ാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം. അനാദിയിൽ ദൈവം ആകാശം ഭൂമി, അതിൻ്റെ പിൻപിൽ ഒന്നുണ്ട് അനാദി. അനാദിയിൽ ദൈവം സൃഷ്ടിച്ചത് ദൂതസംഘത്തെയായിരുന്നു. ദൂതസംഘത്തിന് 3 പേരായിരുന്നു ലീഡർ. 1 കമാൻഡർ മീക്കായേൽ, 2 ഗബ്രിയേൽ കൊറിയർ സർവീസ്, 3 പാട്ട് പാടുന്ന ഒരുത്തൻ ദൂതസംഘത്തിൽ ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, ഫർ രശ്മി. ഈ പുള്ളിക്കാരൻ സ്വർഗത്തോട് മറുതലിച്ചു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം, മരണോദയ പുത്രനായ ശുക്രാ, നീ വെട്ടേറ്റ് വീണതെങ്ങനെ? ഞാൻ മേളിലോട്ട് കയറും, അത്യുന്നതൻ്റെ സിംഹാസനത്തിൽ ഞാനിരിക്കും. ആ തേജസ് നഷ്ടപ്പെട്ട ദൂതന പിശാചായത്. അതുകൊണ്ട് ബൈബിളിനകത്തൊരു പാട്ട് നമ്മൾ പാടും പരമേശ്വരന് സദാ. അതിനകത്ത് ഇങ്ങനൊരു വാക്ക്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. പത്രോസ്ലീഹ പാപം ചെയ്ത ദൂതന്മാർ ദൈവം അന്ധതമസിനകത്താക്കി. അതാ ദൂതന്മാർ. 2 നിൽക്കൽമക്ഷയുഗം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ആദമ്യ കുടുംബത്തെ കൊണ്ടുവന്ന് ഏദന്റെ പർദീസയിൽ അടക്കി പാടുക, പെറ്റുവരിക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. സർപ്പത്തിൻ്റെ കണിയിൽ വീണ കുഞ്ഞുങ്ങൾ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി. അതിൻ്റെ പേര് നിൽക്കൽമക്ഷയുഗം. 3 മനസാക്ഷി യുഗം. അമ്മച്ചി കേൾക്കണം, അച്ചായ കേൾക്കണം. 9 മാസവും 9 ദിവസവും 9 പിന്നാടിക്ക് നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ, കായീൻ ഹാബേൽ. നിലത്തിലെ ആരാധനയ്ക്ക് വേണ്ടി വന്നു. കായീൻ നല്ല ഫലങ്ങൾ, ഹാബേൽ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് സ്വർഗം പ്രസാദിച്ചു. കയ്യിലിരിക്കുന്ന വാക്കത്തിയെടുത്ത് അനുജനെ ചേട്ടൻ വെട്ടിക്കൊന്നു. അനുജന്റെ രക്തം താഴെ വീണ് സ്വർഗത്തിൻ്റെ വിളിയിറങ്ങി. കായീന്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഹാബേലിൻ്റെ കാവൽക്കാരനോ ഞാൻ? മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുന്നു. മനസാക്ഷിയുഗം. 4 ന്യായപ്രമാണ യുഗം. ശ്രദ്ധയോട് സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുവന്ന് 750 പ്രമാണം, 10 കൽപ്പന. എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം, എന്തിനെ ജീവിക്കണം, അത് കൽപ്പനകൾ വരെ അവർ വലിച്ചെറിഞ്ഞു. അതിനുശേഷം ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയായി ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. 4-ാം യുഗം. 5-ാം യുഗം സങ്കലന യുഗം. ബൈബിളിൽ 66 പുസ്തകങ്ങൾ മക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. അതിനകത്തൊരു മിനി ബൈബിളുണ്ട്, 39-27. അതാ യെശയ്യാ പ്രവചനം. 39 നിഴൽ വരുമ്പോൾ 40-ൽ യെശയ്യാ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കേട്ടോ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം. സർപ്പസന്തതികളെ ദുർഘടപാതകൾ നിരപ്പാക്കി വരുവാനിരിക്കുന്ന യഹോവയ്ക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ ന്യായപ്രമാണ യുഗത്തിൽ വരുന്നു. ആ സങ്കലന യുഗത്തിൽ യോഹന്നാൻ കൂടെ ചേരുന്നു. അതുകൊണ്ട് യോഹന്നാൻ എന്താ പറഞ്ഞത്? സർപ്പസന്തതികളെ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇവിടെ മക്കളെ, കുഞ്ഞു മക്കളെ വെരി പ്രഷ്യസ് ചൈൽഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണവും കേൾക്കുന്നില്ല. സ്വോത്രം. സർപ്പസന്തതികളെ എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പാഷ തലയിൽ കല്ല് വീടും. ഹല്ലേലൂയ, സ്വോത്രം. അതുകൊണ്ട് എങ്ങനെയൊന്നും കർത്തദാസന്മാർ വിളിക്കരുത്. സർപ്പസന്തതികളെ വരുവാനുള്ള കോപദിവസത്തിൽ നിന്ന് നിരപ്പാക്കി വഴികളെ ഒരുക്കി യഹോവയ്ക്ക് വേണ്ടി വഴി ഒരുക്കുകയും. അതാ സങ്കലനയുഗം. സങ്കലനയുഗത്തിൻ്റെ അവസാന കണ്ണിയായി യോഹന്നാൻ്റെ കഴുത്ത് താലത്തിൽ ഇറക്കുമെന്ന് സ്വർഗത്തിനറിയാം. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി
ആര് വരുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചു, മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30-ാമത്തെ വയസ്സിൽ തിരുവയസ്സിൽ സ്നാനമേറ്റു. തിരുവെഴുത്തിൻ പ്രകാരം അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്നു. 40-ാം ദിവസം നാളെ രാത്രി എന്ന് പറയും ഒരു മേഘം താഴേക്ക് വന്നു. ഉസ്നെ ചലഗയ പരമേശ്വർ കാ മഹിമാമേ. മനസ്സിലാകുന്നവർക്കായി സെൻട്രൽ പാസ്റ്റർ തട്ടിപ്പോയി. ഉടനെ എല്ലാവരും ഇങ്ങനെ കൈ കൊടുത്ത് നിൽക്കുന്നു. കുഞ്ഞു പാസ്റ്റർമാർ എല്ലാം ഗലീലയിലെ മീൻപിടുത്തക്കാർ. അതുകൊണ്ട് ദൈവത്തിൻ്റെ 2 ദൂതന്മാരിറങ്ങി. ഗലീല മീൻപിടുത്തക്കാരെ, ഗലീല പുരുഷന്മാര്, എന്തിന് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു? സന്തോഷമില്ലല്ലോ? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്കോ യേശു പോയതുപോലെ മടങ്ങി വരും. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ ഏറ്റത്തോളം പോയി നിങ്ങൾ വിശ്വസ്ത സാക്ഷികളാകുവിൻ. 5 യുഗങ്ങൾ ഒരിക്കൽ കൂടി നെല്ലിമൂട് ക്ലാസ്സിലിരിക്കുന്ന പോലെ 1 ദൂതന്മാർ, 2 നിൽക്കൽമക്ഷം, 3 മനസ്സാക്ഷി, 4 ന്യായപ്രമാണം, 5 സങ്കലന യുഗം, 6-ാം യുഗം. യേശു പറഞ്ഞു പെന്തിക്കോസ് പെരുന്നാളിൽ സഗിയോൻ മാളിക മുറിയിൽ യോബേലിൻ്റെ പ്രവചനം 120 പേർ, 107 വിശ്വാസ സമൂഹം. യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി അന്യഭാഷയിൽ ആരാധിച്ചത്. അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മതി, സമയമില്ല. 12 അപ്പോസ്തലന്മാർ. ഒരുത്തൻ കൈക്കൂലി മേടിച്ചു പോയി. അവന് പകരമായി ഒരുവൻ വന്നു, മക്കാറിയോസ്. 120 പേർ സഗിയോൻ മാളിയറിയിരിക്കുമ്പോൾ പെന്തക്കോസ് പെരുന്നാൾ പരിശുദ്ധാത്മ ശക്തി അവരിലേക്ക് വ്യാപരിച്ചു. മനസ്സിലാകുന്നവർക്കായി പിളർന്ന നാവുകളെ പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി. ഓരോരുത്തൻ അന്യഭാഷയിൽ ആരാധിച്ചു. 3000 പേർ ഓടി വന്നു. പത്രോസിൻ്റെ പ്രസംഗം കേട്ടു. അവർ ഇന്നത്തെ കണക്ക് ഫയർ തീയല്ല കുത്തുകൊണ്ടവർ പത്രോസിനോട് ചോദിച്ചു, ഫയറും കയറും കഞ്ഞിയല്ല ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, വചനപ്രകാരം സ്നാനമേൽക്കണം, തിരുമേശയിൽ പങ്കാളിയാകണം, ദൈവസഭയോട് ചേരണം. സ്വോത്രം. അന്ന് ആരംഭിച്ച യുഗമാ കൃപായുഗം. സ്വോത്രം. അപ്പം സഭ ആരംഭിച്ച കുമ്പനാട്ടാന്നോ? സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് മുളക്കൊടിയാന്നോ, തിരുവല്ലായിലാന്നോ, പാളയം ഗ്രൗണ്ടിലാന്നോ, ഇരുമ്പലിയൂരിലാന്നോ? അവിടെ ഒന്നുമല്ല സഭ ആരംഭിച്ചത്. സഭ ആരംഭിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ. പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. അന്ന് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, സെക്രട്ടറി ഉണ്ടായിരുന്നു, ഉപദേശമാർക്കെതിരെ പോസ്റ്റ് ഇടുന്ന വിമർശകന്മാരുണ്ടായിരുന്നു, സ്വോത്ര കാഴ്ചപാത്രം അടിച്ചു മാറ്റുന്ന ട്രഷറും ഉണ്ടായിരുന്നു. അവരാരുമില്ലായിരുന്നു. സ്വോത്രം. സഭ ആരംഭിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ. ഈ പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോൾ ഈ സഭ ഇവിടെ എടുക്കപ്പെടും. കൊരിന്ത്യർ, നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും.